നിർദ്ദേശപ്രകാരം ഒരു മുസ്ലിം പള്ളിയും നിർമ്മിക്കുന്നുണ്ട്. ആ മുസ്ലിം പള്ളിയിലും ഇവർക്ക് പോകാം, ആയുധമാക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, അത് BJPയുടെ രാഷ്ട്രീയ എന്താ പറയുക നിലപാടുകളും തന്ത്രങ്ങളും ഒന്നും ചർച്ച ചെയ്യാനുള്ളത് ഒരു ചാനലിൽ വന്നിരുന്നിട്ടല്ലല്ലോ സ്മൃതി നമ്മൾ വ്യക്തമാക്കേണ്ടത്. നിങ്ങളുടെ രഹസ്യ അജണ്ടയൊന്നും അല്ലല്ലോ, നിങ്ങൾ പരസ്യമായി തന്നെ നടത്തുന്ന കാര്യം. നാളുകൾ എന്താകും, നാളത്തെ രാഷ്ട്രീയം എന്താകും എന്നൊന്നും. ഒരു കാര്യം ശരിയാണല്ലോ, ജോൺ ബ്രിട്ടാസ് അത് പോകാതിരിക്കുന്നതിനെ രാഷ്ട്രീയമാക്കുന്നു. അതും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, മതവും രാഷ്ട്രീയവും വലിയ വായിൽ നമ്മൾ പറയും മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നികിഷ്ടജീവി എന്ന് വിളിക്കുന്നവന്റെ ആരാധനാലയത്തിൽ കയറി ചെല്ലുന്നവർ ഇപ്പോഴുള്ള യോഗങ്ങളിൽ മതവും രാഷ്ട്രീയവും രണ്ടാണെന്ന് പറയുമ്പോൾ മത നേതാക്കന്മാരെ മണിപ്പൂരിൽ മിണ്ടാതിരിക്കുന്നത് ഇതും കാണുന്നുണ്ടല്ലോ, ഇതും രാജ്യം കാണുന്നുണ്ടല്ലോ. ക്രിസ്മസ് ആകുമ്പോൾ ബിഷപ്പുമാരെ പോയി കാണുന്നു, കേക്ക്. അല്ല, രാജ്യം മാത്രമല്ല സ്മൃതി, അത് കേക്ക് സ്വീകരിക്കുന്നവരെ സ്മൃതി തിരിച്ചും കാണാതെ പോകരുത്. ഓണത്തിനും ക്രിസ്തുമസിനും പോവുകയും പോവാതിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഇല്ലേ? എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. മണിപ്പൂരിൽ മിണ്ടാതിരിക്കാനും പ്രധാനമന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ട്. മണിപ്പൂരിൽ ഇത്തവണ ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ മൂലയെന്ന് പറയുമ്പോൾ സ്മൃതി കേരളത്തിൽ അതിനുശേഷവും കഴിഞ്ഞല്ലോ ആ വടക്ക് കിഴക്കൻ മേഖലയിലെ തെരഞ്ഞെടുപ്പ്. അന്ന് അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കിയവരിപ്പോൾ എവിടെ എത്തി? നേരെ മറിച്ച് ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥിതി എന്തായി എന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് പോലെയൊന്നും അല്ല സ്മൃതി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മറ്റു പല അജണ്ടകളുണ്ട്, നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അതാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് നിങ്ങൾ വിധി എഴുതരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആവുമായിരുന്നില്ല. വടക്ക് കിഴക്കൻ മേഖലയുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ പറയുന്ന അനുഭവിച്ച വടക്ക് കിഴക്കൻ മേഖലയിൽ നടന്നല്ലോ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്. BJPയിൽ ന്യൂനപക്ഷങ്ങളിലുള്ളവർ നിങ്ങൾ ഈ പറഞ്ഞ അനുഭവിച്ചവർ മത്സരിച്ചല്ലോ. അവർക്കും നേരത്തെ ഒരു MLA ഉണ്ടായിരുന്നു, 2 വന്നു. ഈ രണ്ടാമത്തെ ആളുകളുടെ ജാതിയും മതവും ഒക്കെ ഒന്ന് ചെകഞ്ഞു നോക്കി പരിശോധിക്കുന്നതോ നന്ന്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് ചർച്ച ചെയ്യുന്നതോ നമ്മൾ മനസ്സിൽ കാണുന്നതോ ഒന്നുമല്ല ഇത് അനുഭവിക്കുന്നവൻ്റെ മനസ്സിലുണ്ടാകുന്നത് എന്ന് നമ്മൾ കാണണം. Debate with Smriti Parthikad.